പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ആരുണ്ട്? ഇവിടെ 3 പേര് നിൽപ്പുണ്ട്. പപ്പ, എക്സ്ക്യൂസ് മീ. ഹായ്, എൻ്റെ പേര് അനുശ്രീ. ഞാൻ VMTV ന്യൂസിലെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ചെയ്യുന്ന ആങ്കറാണ്. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ സമ്മതിക്കുന്നത്. ഭാഗ്യം. വെറുതെ വന്നതാണോ ഇവിടെ? വെറുതെ വന്നതാ. എന്താ പേര്? ദീപ. ദീപ എന്ത് ചെയ്യുന്നു? എവിടെ വർക്ക് ചെയ്യുന്നത്? ഹോസ്റ്റലിലാ. സ്ഥലം എവിടെയാ നിങ്ങളുടെയൊക്കെ? വെട്ടുകാട്. ഒരു സ്ഥലത്ത്, ഒരേ സ്ഥലത്താണോ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഒത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരും തമ്മിൽ എന്തായിരുന്നു. പിന്നെ 3 പേരും 3 സ്ഥലത്തോട്ടായി മാറി. വർക്ക് ചെയ്തായിരുന്നു മാളില്. അവിടെ വെച്ച് വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും ഒത്തുകൂടി. അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഞാൻ അങ്ങ് ദൂരെ നിന്ന് കണ്ടത്. ആരെ ഇന്ന് പ്രോഗ്രാമിന് റെഡിയാക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴേ 3 പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് ഓടി ഇങ്ങോട്ട് വന്നത്. എന്താ ചേട്ടന്റെ പേരെന്താ? വിനോദ്. എന്ത് ചെയ്യുന്നു? മേശിപ്പണി. ചേച്ചി സബീന എന്ത് ചെയ്യുന്നു? അങ്ങനെ നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആൻസറായിട്ട് കിട്ടുന്നതൊക്കെ പറയുക. ഒരു പ്രശ്നവുമില്ല, ആരും ചിരിക്കത്തില്ല. അതും അറിയാവുന്ന ആൻസർ 20 സെക്കൻഡിനുള്ളിൽ തന്നെ പറയണം. ഒരു ആൻസർ, അത്രേ ടൈമുള്ളൂ. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ. അപ്പോൾ 3 പേര് ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞാലുമായി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും? ഇപ്പോഴത്തെ IT യുഗത്തിൽ കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും? കുസൃതി ചോദ്യമാണ്. കുത്തും കോമയെ ഒന്ന് ഇംഗ്ലീഷിലോട്ടാക്കി പറഞ്ഞാൽ മതി. കുത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? കോമയ്ക്ക് എന്താണ് പറയുന്നത്? സ്റ്റോപ്പ് അല്ല. അറിയാവുന്ന ആൻസർ പറഞ്ഞോ. എന്താണ് പറയുന്നത്? കുത്തും കോമയും വരുമ്പോൾ രണ്ടിനും കൂടെ ചേർത്തൊരു പേര് പറയും. അറിയില്ല. തുല്യേ. ഇവിടെ അറിയില്ല. ആർക്കും അറിയത്തില്ല. ഞാൻ തന്നെ ആൻസർ പറയാം. .com. ഈ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ പറയാൻ പാടാണ് കേട്ടോ. കാര്യം ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ ആ ട്രാക്കിലോട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ 3 പേരും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെളുക്കുമ്പോൾ കറക്കുമ്പോൾ വെളുക്കുന്നതുമായ സാധനം. വെളുക്കുമ്പോൾ കറക്കുമ്പോൾ വെളുക്കുന്നതുമായ സാധനം. വെളുക്കുമ്പോൾ കറക്കുമ്പോൾ വെളുക്കും. എന്താണ് സാധനം? എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. എന്താണ് കറക്കുന്നത്? വെളുക്കുമ്പോഴാണ് ഇത് കറക്കുന്നത്. പക്ഷെ പശുവല്ല. പശുവാണോ കറക്കുന്നേ? പശുവിന്റെ പാൽ. അങ്ങനെ പശു കറക്കുന്നത് മാത്രമേ ചേട്ടാ. അപ്പൊ 1 പോയിന്റ് കിട്ടിയേക്കുക. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായാൽ ചാടിക്കളിക്കും. ആരാണ്? നീന്തി കളിക്കും, മുതിർന്നാൽ ചാടിക്കളിക്കും. എന്താണ് ചാടി നടക്കുന്നത്? പുൽച്ചാടിയല്ല. അടുത്ത വീണ്ടും കുറച്ചുകൂടെയൊക്കെ നല്ല ഊർജത്തോടുകൂടി ചാടുന്നത് എന്താണ്? കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതാകുമ്പോൾ ചാടിക്കളിക്കും. തവള. കറക്റ്റ് ആൻസറാണ്. ആൻസർ കിട്ടി. അതാണ് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് പറയാന്ന് വിചാരിച്ചല്ലേ. ഒരു പക്ഷെ തെറ്റുന്നെങ്കിലും അല്ലേ? യെസ്, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 2 പേര് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ചേട്ടാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിയും കൊണ്ട് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാസം, മലയാള മാസം. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മലയാള മാസം. ആലോചിക്കും. ചിങ്ങം, കന്നി. മിഥുനല്ല. സ്ത്രീകളെ മലയാള മാസം. സ്ത്രീകളെ വിളിക്കുന്ന ഒരു പേരും കൂടിയാണിത്. മീനമല്ല.
സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മലയാള മാസം. ഓരോരോ മാസം എടുത്തിട്ട് നോക്കിയാൽ മതി. ചിങ്ങം, കഞ്ഞി, തുലാം, ഇറച്ചിക്കല്ല. മേഡം കറക്റ്റ് ആൻസർ. ഞാൻ ചിരിച്ചു എന്തെന്ന് അറിയാമോ? അത് മാത്രം വിട്ടിട്ട്, മേഡം മാത്രം വിട്ടിട്ട് ചേട്ടാ ബാക്കി എല്ലാം പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 3 പേര് ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇനിയാണ് ശരിക്കുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. തവള ചാടിക്കളിക്കുന്നത് തവള. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണ്? തിരുവനന്തപുരക്കാരുടെ കേട്ടതായിരുന്നല്ലേ? ഒന്നുകൂടെ. എന്തൊരു ഡേ? എന്തരടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്, പക്ഷെ വെളുപ്പ് കാണുമ്പോൾ നമ്മുടെ സമാധാനം പോകുന്നത് എപ്പോൾ? നമ്മുടെ സമാധാനമേ അങ്ങ് പോകും വെളുപ്പ് കാണുമ്പോൾ. വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്, പക്ഷെ ഈ ഒരു വെളുപ്പ് കാണുമ്പോൾ നമ്മുടെ സമാധാനം അങ്ങ് പോകും. എന്താണ്? എല്ലാവർക്കും ഉണ്ട്, 3 പേർക്കും ഉണ്ട് ആ വെളുപ്പ്. ഞാൻ കാണുന്നുണ്ട്. കണ്ണിലല്ല, നേരം വെളുക്കണല്ല. അതന്നെ, 3 പേർക്കും ഉണ്ട്. ഞാൻ കാണുന്നുണ്ട് 3 പേർക്ക് ആ ഒരു വെളുപ്പ്. ചേട്ടാ അപ്പുറം ഇപ്പോഴും ഞങ്ങൾ അതെന്താ വെളുപ്പ്? 3 പേർക്കുണ്ട്. ഒന്ന് നോക്ക്. സമാധാനം പോകുന്ന വെളുപ്പ് ഏതാണ്? സമാധാനം പോകും. നമുക്കൊരു സമാധാനം കളഞ്ഞു. ഞാൻ അങ്ങനെ ആയോ? എങ്കിലും നമ്മുടെ പ്രായവും അതും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു വെളുപ്പ് കളർ സമാധാനത്തിന്റെ നിറമാണ്, പക്ഷെ ഈ ഒരു സാധനം വെളുക്കുമ്പോൾ നമ്മുടെ സമാധാനം പോകും. ആകാശമല്ല, നോക്കി ആകാശത്തെ കയറി പിടിച്ച് അതെങ്ങനെ നമ്മുടെ സമാധാനം പോകുന്നത്? നമ്മുടെ പ്രായവും ഇതിന്റെ ഉത്തരവും തമ്മിൽ നല്ല നേരെ വെളുക്കുമ്പോൾ സമാധാനം പോകും. അതുള്ള കാര്യം തന്നെ, പക്ഷെ അതല്ല ആൻസർ. നമ്മുടെ പ്രായവും ഇതും തമ്മിൽ നല്ല വ്യത്യാസം, പക്ഷെ നല്ലൊരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് 3 പേർക്കും അത് ഉള്ളതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഉണ്ട്. ടൈം പോയി മുടി നരയ്ക്കുന്നത് നിങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. ഡൈ അടിച്ചാണെന്നറിയാം. ചേച്ചിക്കുണ്ടോ എന്നൊരു ഡൗട്ട്. ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനെ കണ്ടാൽ ചിലർ കല്ലെറിയും, എന്നാൽ തിരിഞ്ഞു നിന്നാൽ കല്ലെറിഞ്ഞവർ പോരും തൊഴുതു നിൽക്കും. എന്താണ്? ഇതിനെ കണ്ടാൽ ചിലർ കല്ലെറിയും, പക്ഷേ ആ കല്ലെറിയുമ്പോഴത്തേക്ക് ആ ഒരു സാധനം തിരിഞ്ഞു നിന്നാണ്ടല്ലോ. പട്ടി. കറക്റ്റ് ആൻസർ ആണ്. പട്ടിയോ നമ്മൾ എത്രയോ കല്ലുകൾ എറിഞ്ഞേക്കുന്നു അല്ലേ? ക്വസ്റ്റ്യൻ കൊള്ളാമോ? അടിപൊളി ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ചേട്ടാ എത്ര? 2. ഞാൻ 2 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12 മാസങ്ങളിലും വിരുന്നുകാരുടെ മാസം എന്നറിയപ്പെടുന്ന മാസം ഏതാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 12 മാസങ്ങളിൽ വിരുന്നുകാരുടെ മാസം എന്നറിയപ്പെടുന്ന മാസം ഏതാണ്? 12 മാസം. ഇത് ഇംഗ്ലീഷ് മാസം. വിരുന്നുകാരുടെ മാസം. വിരുന്നുകാരെ നമ്മൾ എന്ത് പറയും? അപ്പൊ അതുമായിട്ട് ബന്ധമുള്ള മാസം ഏതാ? ഗസ്റ്റ്. അപ്പോൾ വരട്ടെ. അത് തന്നെ ആൻസർ. വേഗമാകട്ടെ. ഗസ്റ്റ് ആണെന്ന് മനസ്സിലായി, പക്ഷെ ആൻസർ ഓഗസ്റ്റ്. ഇവിടെ ചേട്ടൻ പറഞ്ഞു 3 ക്വസ്റ്റ്യൻ ആൻസർ. വെരി ഗുഡ്. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടാൻ കഴിവുള്ള ആരും പാടത്തില്ല. അങ്ങനെ ചേച്ചിയെ കണ്ടു പാട്ട് പാടുന്ന പോലെ ചെറിയ ഇതല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ്? ഇവർ 2 പേരും കൂടെ ഒന്നിച്ചു കൂടിയാൽ നിലവിളിയാണ്. നമ്മൾ നിലവിളിക്കുമ്പോൾ എങ്ങനെയാണ് നിലവിളിക്കുന്നത്? അത് ആലോചിച്ച് നോക്കിയാൽ മതി. അയ്യോ. അപ്പൊ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ്?
അയ്യോ ഇത് ആൻസർ പറഞ്ഞതാണോ അതോ നിലവിളിച്ചതാണോ നിലവിളിച്ചതാണല്ലേ? വെറുതെ പറഞ്ഞതാ അയ്യോ തന്നെ. അയ്യോന്ന് വെറുതെ കറക്റ്റ്. നിങ്ങൾ ആരാ ആൻസർ പറഞ്ഞു? ഒരാളായി ഞാൻ ചോദിച്ചു ആരാ നിലവിളിച്ചത്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞു നിലവിളിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ. അപ്പൊ ഒരാൾ നിലവിളിച്ച് കാണിച്ചതാണോ അതോ ഇനി ആൻസർ പറഞ്ഞതാണോ? എന്തായിരുന്നു സംഭവം? എന്താണ് വെറുതെ അയ്യോ വെറുതെ അയ്യൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ചേട്ടനാണ് മാർക്ക്. അയ്യോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടന് 4 പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 ഭർത്താവുള്ള സംഖ്യ ആരാണ്? 3 ഭർത്താവുണ്ട് ഈ സംഖ്യക്ക്. ക്ലൂ തരാം. 1 മുതൽ അല്ലെങ്കിൽ വേണ്ട 1 മുതൽ 20 വരെയുള്ള സംഖ്യയാണ്. 3 ഭർത്താവുള്ള. ഭർത്താവിന് നമ്മൾ വേറൊരു പേരിൽ എന്ത് വിളിക്കും? ഹസ്ബൻഡ്. മലയാളത്തിൽ ഭർത്താവ്. വെരി ഗുഡ്. അല്ലാതെ വേറെ ഗൃഹനാഥന അതല്ലല്ലോ. വേറൊരു ക്ലൂ തരാം. ഞാൻ 11 മുതൽ 20 വരെയുള്ള സംഖ്യകളിലുണ്ട്. ചെറുതായിട്ട് ചുരുക്കി സംഖ്യ പറഞ്ഞാൽ മതി. സംഖ്യ പറഞ്ഞാൽ മതി. ഇനി 11, 12 അങ്ങനെ പറയണ്ട. ഏതെങ്കിലും ഒന്നൊക്കെ പറയാൻ പറ്റുള്ളേ. 7. 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾക്കിടയിലുണ്ട് 3 ഭർത്താവുള്ള സംഖ്യ. 18 അല്ല. 3 ഭർത്താവ് അറിയില്ല. 17 അല്ല അല്ല. ഇനി പറയത്തില്ല. ഇനി എല്ലാരും സംഖ്യകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. 13. എങ്ങനെയെന്നറിയാമോ? പതി എന്ന് പറഞ്ഞ ഭർത്താവല്ലേ. അപ്പോൾ ചേട്ടനാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയി. എന്റെ പേരെന്തായിരുന്നു? വിനോദ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി വിനോദ് ചേട്ടനാണ്. ചേട്ടന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. ക്ലാപ്പ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. അങ്ങോട്ട് പോയി പറയാം.